ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ വിത്ത് ഗ്രേവി അതെങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുള്ളത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കുക. ഏകദേശം ഒരു 2 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഉള്ളിലും എല്ലാം നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പാത്രത്തിലൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് ചിക്കൻ്റെ 2 കാലും കൂടി ഒരു നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടി വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കൊടുക്കുക. ഇതിൽ നിന്നുള്ള വെള്ളവും നെയ്യും ഒക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഈ ഒരു കറി ഫുള്ള് പാകം ചെയ്യാനായിട്ട് നമുക്ക് 1 മണിക്കൂർ ടൈമാണ് വേണ്ടത്. ഈ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിഭാഗം അടിക്ക് പറ്റാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് ആവും. അതേസമയം നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കൊരു 10-20 ചെറിയ ഉള്ളി രണ്ടായിട്ട് പിളർന്നതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് 2 വലിയ സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വരണം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവോളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 50 ഗ്രാം കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് പച്ചമണമൊക്കെ മാറത്തക്കവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ പഴുത്ത ഒരു തക്കാളി അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വഴറ്റാൻ ഉപയോഗിച്ച അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം അരച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
1/4 ഗ്ലാസ് ചൂടുവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് 5 മിനിറ്റ് നേരം അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് മൊരിയുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഞാൻ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ എല്ലാ ഭാഗത്തും ചെല്ലത്തക്കവണ്ണം തിരിച്ചും മറിച്ചുമൊക്കെ ചിക്കൻ ഇട്ട് ഈ ഗ്രേവി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഈ ചിക്കൻ 3/4 മണിക്കൂറായിട്ട് മറ്റൊരു പാത്രത്തിൽ കുക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു 15 മിനിറ്റ് നേരം കൂടി നമുക്ക് ഈ ചിക്കനും ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് റെഡി ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 1 മണിക്കൂറാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇതുപോലെ ചിക്കൻ്റെ ഉള്ളിലേക്കും പുറത്തും എല്ലാം നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി നമുക്കിങ്ങനെ അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹോൾ ചിക്കൻ വിത്ത് ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കോ പപ്പട കുത്തിയോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. നല്ല സ്മൂത്ത് ആയിട്ട് ഇത് ഉള്ളിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോൾ ചിക്കൻ വിത്ത് ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.